Welcome to class 12 physics for HSA CBSE and ISC students, and this is from chapter 12 atoms, class number P60, Bohr model of hydrogen atom, Bohr model of H atom. അപ്പോൾ ഇത് 12ാം ക്ലാസ്സിലെ ഫിസിക്സ് സ്റ്റുഡൻസിൻ്റെ വിഷയമാണ്. ചാപ്റ്റർ നമ്പർ 12 ആറ്റംസിൽ നിന്ന് ഇന്നത്തെ ടോപ്പിക്ക് ബോർ മോഡൽ ഓഫ് എച്ച് ആറ്റം, ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് പഠിച്ചിരുന്നു. അതിൽ നിന്ന് അതിൻ്റെ ഡെവലപ്മെൻറ്റാണ് അടുത്തതായിട്ട് വരുന്നത് ബോർ മോഡൽ ഓഫ് എച്ച് ആറ്റം. ബോർ മോഡൽ ഓഫ് ബോർ ആറ്റം മോഡൽ എന്ന് പറയും. ബോർ ആറ്റം മോഡൽ, ദാറ്റ് യു ക്യാൻ സീ വാട്ട് ഇസ് ബോർ ആറ്റം മോഡൽ. Bohr model of hydrogen atom. Bohr theory modified the atomic structure model by explaining that electrons move in fixed orbitals, shells, and not anywhere in between. And he also explained that orbit or shell has a fixed energy. Rutherford explained the nucleus of an atom, and Bohr modified the model into ഇലക്ട്രോൺസ് ആൻഡ് ദെയർ എനർജി ലെവൽസ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ്ങിലൂടെ റദർഫോർഡാണ് ഒരു ആറ്റം മോഡൽ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിനകത്ത് ഈ സ്പൈറൽ ഓർബിറ്റാണ്, സർക്കുലേറ്റിംഗ് ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ പതിക്കും എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിവിടെ ഒഴിവാക്കുകയാണ്. ഇവിടെ ഫിക്സഡ് ഓർബിറ്റ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്ന് സ്റ്റേഷനറി ഓർബിറ്റ്, അലൗഡ് ഓർബിറ്റ്, പ്രിവിലേജ്ഡ് ഓർബിറ്റ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്ന് റുദർഫോർഡ് ആറ്റം മോഡലിനെ, ന്യൂക്ലിയർ മോഡലിനെ അദ്ദേഹം ബോർ മോഡിഫൈ ചെയ്യാണ്. ബോർ തിയറി മോഡിഫൈഡ് ദി അറ്റോമിക് സ്ട്രക്ചർ ബൈ റദർഫോർഡ് അറ്റോമിക് സ്ട്രക്ചർ മോഡൽ ബൈ എക്സ്പ്ലെയിനിങ് ദാറ്റ് ഇലക്ട്രോൺസ് മൂവ്സ് ഇൻ ഫിക്സഡ് ഓർബിറ്റൽസ്. ഇലക്ട്രോൺസ് പ്രത്യേക ഓർബിറ്റിലാണ് സഞ്ചരിക്കുന്നത്. ഷെൽസ് ആർ നോട്ട് എനിവർ ഇൻ ബിറ്റ്വീൻ, ഇടയ്ക്കല്ല. ആൻഡ് ഹി ഓൾസോ എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഈച്ച് ഓർബിറ്റ് ഷെൽ ഹാസ് എ ഫിക്സഡ് എനർജി. ഓരോ ഓർബിറ്റിനും സെപ്പറേറ്റ് എനർജിയാണ്, എനർജി കോൺട്രൈസ്ഡ് ആണ്. Rutherford explained the nucleus of an atom, and Bohr modified this model into electrons and their energy levels. അപ്പോൾ ഇതൊരു ബോർ മോഡലിൻ്റെ ഒരു സ്ട്രക്ചർ കാണിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നടക്കുന്ന ന്യൂക്ലിയസ്, ബാക്കിയെല്ലാം ഫിക്സഡ് ഓർബിറ്റ്സ് ആണ്. 1 to 3 ഓർബിറ്റ്സ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നടുക്ക് ന്യൂക്ലിയസ്, അവിടെയാണ് എൻ്റയർ മാസ് ആറ്റത്തിൻ്റെ കേന്ദ്രീകരിക്കുന്നത്. ഇലക്ട്രോണിന് മാസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഫസ്റ്റ് ഷെൽ, ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ്, കെ എൽ എം എൻ ഷെൽ എങ്ങനെ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഓർബിറ്റിനെ നമ്മൾ കെ എന്നും സെക്കൻഡിനെ എൽ എന്നും, അങ്ങനെ കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ എന്നൊക്കെ മാർക്ക് ചെയ്യും. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത്. പോസ്റ്റുലേറ്റ്സ് ബോർ മോഡൽ ഓഫ് ആറ്റം, പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. അപ്പോൾ ബോർ മോഡൽ ഉണ്ടാക്കുന്നത് 4 പോസ്റ്റുലേറ്റ്, 4 അടിസ്ഥാന പ്രമാണങ്ങൾ ആസ്പദമാക്കിയാണ്. ബോർ മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്, ബോറിൻ്റെ ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത് 4 അടിസ്ഥാന പോസ്റ്റുലേറ്റ്, അടിസ്ഥാന തത്വങ്ങളെ ആസ്പദമാക്കിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കുക. നമ്പർ 1, സ്പെസിഫൈഡ് ഓർബിറ്റ്സ്. ഈ ഫിക്സഡ് ഓർബിറ്റിൻ്റെ കാര്യം പറയുന്നതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. ഇലക്ട്രോൺസ് കനോട്ട് റിവോൾവ് ഇൻ ഓൾ പോസിബിൾ ഓർബിറ്റ്സ് ബട്ട് ഓൺലി ഇൻ സ്പെസിഫൈഡ് ഓർബിറ്റ്സ് സാറ്റിസ്ഫൈങ് ക്വാണ്ടം കണ്ടീഷൻസ്. ആറ്റത്തിൽ ഇലക്ട്രോൺസിന് എല്ലാ ഓർബിറ്റിലും സഞ്ചരിക്കാനാവില്ല. ഒരു പ്രത്യേക ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിന് എല്ലാ ഓർബിറ്റിലും സഞ്ചരിക്കാൻ ആവില്ല. അതിന് ഫിക്സഡ് ഓർബിറ്റ്, ഒരു അലൗഡ് ഓർബിറ്റ് കാണും. ക്വാണ്ടം കണ്ടീഷൻ അനുസരിച്ചിട്ട് അതിൽ മാത്രമേ ചലിക്കാൻ പാടുള്ളൂ. നമ്പർ 2, അലൗഡ് ഓർബിറ്റ്സ്. ഇത് allowed orbits or specified orbits. The allowed orbits are those in which the angular momentum of the electron is an integral multiple of h/2 pi, where h is the Planck's constant. The allowed orbits are those in which the angular momentum of the electron is an integral multiple of h/2 pi, where h is the Planck's constant. ഇലക്ട്രോണിന് അലൗ ചെയ്തിരിക്കുന്ന ഓർബിറ്റിൽ അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം h/2 പൈയുടെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് ഈസ് L is equal to n into h/2 pi. Here it is written L is equal to n into h/2 pi. n എന്നുള്ളത് 1 to 3 പോലെയുള്ള സംഖ്യകളായിരിക്കും. 0 വരില്ല. 0 വന്നാൽ ഓർബിറ്റ് ഇല്ല, മൊമെൻറ്റം, ആംഗുലർ മൊമെൻറ്റം ഇല്ല എന്ന അർത്ഥം വരും. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദി അലൗഡ് ഓർബിറ്റ് ഈസ് nh by 2 pi.
n into h by 2 pi, where n is the quantum number and it can take values 1, 2, etc. Number 3, when the electron revolves in any of the allowed orbits, it does not radiate energy. ഇതാണ് റുദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡലിൽ നിന്നുള്ള മാർക്ക്ഡ് ഡീവിയേഷൻ. റുദർഫോർഡിൻ്റെ ആറ്റം മോഡലുമായിട്ട് ബോർ മോഡലിലുള്ള ഒരു മാർക്ക്ഡ് ഡീവിയേഷനാണ് ഈ പറയുന്ന മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്. വെൻ ദി ഇലക്ട്രോൺ റിവോൾവ്സ് ഇൻ എനി ഓഫ് ദി അലൗഡ് ഓർബിറ്റ്സ് ഇറ്റ് ഡസ് നോട്ട് റേഡിയേറ്റ് എനർജി. അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഓർബിറ്റിൽ ചലിക്കുന്നിടത്തോളം കാലം ഇലക്ട്രോണിൽ നിന്ന് എനർജി പുറത്തേക്ക് വരില്ല, എനർജി എമിറ്റ് ചെയ്യത്തില്ല, റേഡിയേഷൻ ഉണ്ടാകത്തില്ല എന്ന് പറയുന്നതാണ് ഈ മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്. ബോർ റുദർഫോർഡ് മോഡലിൽ പറയുന്നത് സർക്കുലേറ്റിംഗ് ഇലക്ട്രോൺ എനർജി റേഡിയേറ്റ് ചെയ്യുമെന്നാണ്. പക്ഷേ ബോർ അതിന് ഒരു കണ്ടീഷൻ കൊടുക്കും. ആ ഓർബിറ്റ് സ്പെസിഫൈഡ്, അതിൽ ചലിക്കുമ്പോൾ എനർജി എമിഷൻ ഇല്ല, ഓർബിറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് എനർജി എമിഷൻ ഉള്ളത് എന്ന് അദ്ദേഹം പറയും. അത് അടുത്ത പോസ്റ്റുലേറ്റിലാണ് ആ കാര്യം പറയുന്നത്. Fourth postulate, radiation of energy takes place when an electron jumps from an orbit of higher energy to one of lower energy. Then the difference in energy between the two states is radiated as a quantum of energy h nu. We read as nu. h nu. w വേണമെന്നില്ല, h nu. ന്യൂ, ആ വി പോലുള്ള സിമ്പിൾ നമ്മൾ വായിക്കുന്ന ന്യൂ എന്നാണ്. h nu, where nu is the frequency of radiation. ന്യൂ എന്ന് പറയുന്നത് h nu, വായിക്കുന്നതാണ് ന്യൂ എന്നുള്ളത്, അത് ബ്രാക്കറ്റിൽ ഇടാം. where nu is the frequency of radiation. അപ്പോൾ ഈ ഹയറിൽ നിന്ന് ലോവറിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും, ഒരു ലൈറ്റ് ക്വാണ്ടത്തെ എമിറ്റ് ചെയ്യും. അതിൻ്റെ എനർജി h ന്യൂ ആണ്, h പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ന്യൂ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. അപ്പോൾ W2 മൈനസ് W1, ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴാണ് W2 മൈനസ് W1 ഈസ് h nu. W1 ഈസ് ദി ലോവർ സ്റ്റേറ്റ് എനർജി ആൻഡ് W2 ഈസ് ദി ഹയർ സ്റ്റേറ്റ് എനർജി. ന്യൂ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. അപ്പോൾ എമിറ്റ് ചെയ്യുന്ന ആ ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ആ രണ്ട് ഓർബിറ്റുകൾ, ഏത് ഓർബിറ്റിൽ നിന്ന് ആണ് ജമ്പ് ചെയ്യുന്നത് അടുത്ത ഓർബിറ്റ്, ആ രണ്ട് ഓർബിറ്റുകളുടെ എനർജി ഡിഫറൻസിനെ ആശ്രയിച്ചിരിക്കും. W2 മൈനസ് W1, അല്ലെങ്കിൽ പറയാം WN2 മൈനസ് WN1, അങ്ങനെയും പറയാം. W1 is the lower state energy and W2 is the higher state energy. Nu is the frequency of the photon emitted. പിന്നെ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ആണ്, ഈ ബോർ മോഡലിലെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു എസ്സേ ടൈപ്പ്, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, ബോർ മോഡലിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണത്. ഒന്നാമത് ഓർബിറ്റൽ വെലോസിറ്റി V, ഓർബിറ്റൽ വെലോസിറ്റി, ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയാണ് ഓർബിറ്റിൽ, E²/2ε0 nh. രണ്ടാമത് ഓർബിറ്റൽ റേഡിയസ് R, ε0 n² h²/πm². മൂന്നാമത്തത് ഓർബിറ്റൽ എനർജി W, -m⁻⁴/8 ε0² n² h². W is equal to -m⁻⁴/8 ε0² n² h². ഈ ഓരോ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഡെറിവേഷൻ പാർട്ട്. സോ നെക്സ്റ്റ് ഈസ് ഡെറിവേഷൻ നമ്പർ 1, ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ആറ്റത്തിൻ്റെ ഒരു സിമ്പിൾ സ്ട്രക്ചർ വിചാരിക്കുക. എച്ച് ആറ്റത്തിൻ്റെ ഒരു സിമ്പിൾ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുകയാണ്. ഇത് കാണുന്നതാണ് സിമ്പിൾ സ്ട്രക്ചർ. ഒരു ന്യൂക്ലിയസ്, അതിനും ന്യൂക്ലിയസിന് പ്രോട്ടോൺ +C ചാർജുള്ള പ്രോട്ടോൺ കാണാം, ഇലക്ട്രോൺ കറങ്ങുകയാണ്. ന്യൂക്ലിയർ റേഡിയസ്, അറ്റോമിക് റേഡിയസ് R ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കിട്ടേണ്ട ഓർബിറ്റൽ സ്പീഡിൻ്റെ ഇക്വേഷൻ V is E²/2 ε0 nh ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? The centripetal force separated by interaction between electron and the nucleus. The centripetal force is separated by the Coulomb interaction. You can write Coulomb interaction between electron and nucleus. ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള Coulomb interaction, Coulomb force ആണ് സെൻട്രിപീറ്റൽ ഫോഴ്സിന് കാരണം. Centripetal force is separated by Coulomb interaction, COULOMB, electrostatic interaction, electrostatic force between electron and nucleus. So we write the centripetal force mv²/r equal 1/4πε0 E²/r². കാരണം ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ചാർജ് +C ആണ്, ഇലക്ട്രോൺ ചാർജ്
മൈനസ് സി ആണ്. ഇപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ എടുത്താൽ മതി. ആറാണ് അറ്റോമിക് റേഡിയസ്, ഡിസ്റ്റൻസ്. അപ്പോൾ ഫോഴ്സ് നമ്മൾ 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ എന്ന് എടുത്താൽ ഇവിടെ 1/4πε0 ഈക്വൽ ഇ ഇൻറ്റു ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അത് സെൻട്രിപീറ്റൽ ഫോഴ്സ് തുല്യമാണ്. സെൻട്രിപീറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു കൂളംബ് ഫോഴ്സ്. അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ആ ഇക്വേഷനെ മൾട്ടിപ്ലൈ ബൈ ആർ സ്ക്വയർ, രണ്ട് സൈഡിൽ ആർ സ്ക്വയർ കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എം വി സ്ക്വയർ ആർ ഈസ് ഈക്വൽ ടു 1/4πε0 ഇ സ്ക്വയർ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ബോർ പോസ്റ്റേറ്റ് നമ്മൾ എടുക്കണം. ആംഗുലർ മൊമെൻറ്റം പോസ്റ്റേറ്റ് ഉണ്ട് ബോറിൻ്റെ. ദ ആംഗുലർ മൊമെൻറ്റം എം വി ആർ ഇസ് ആംഗുലർ മൊമെൻറ്റം 8x/2π. ഇക്വേഷൻ 1. ഇക്വേഷൻ 2 we have written. So 1/2 v is equal to e square by 4πε0 by nh/2π. Simplifying, we get v is equal to e square by 2ε0 nh. That is equation number A. This is the orbital velocity. Orbital velocity means velocity of electron into orbit. അങ്ങനെയാണ് ഓർബിറ്റൽ വെലോസിറ്റി വിളിക്കുന്നത്. അതായത് സെൻട്രിപീറ്റൽ ഫോഴ്സ് നമ്മൾ കൂളംബ് ഫോഴ്സോട് ഇക്വേറ്റ് ചെയ്യും. പിന്നെ ആംഗുലർ മൊമെൻറ്റം എം വി ആർ n/2π എന്ന് പറയും. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്തിട്ടാണ് വെലോസിറ്റി കാണുന്നത്. അത് ഇ സ്ക്വയർ ബൈ 2ε0 nh എന്ന് കിട്ടും. ഇനി ഹയർ ആറ്റമിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ലൈറ്റ് എച്ച് ആറ്റത്തിലാണ് ഇക്വേഷൻ പറഞ്ഞത്. ഇനി ഹയർ ആറ്റം പോവുകയാണെങ്കിൽ ചാർജ് ZD ആണ് ന്യൂക്ലിയസിലുള്ളത്. അപ്പോൾ ഇക്വേഷൻ ഫോർ ഹയർ ആറ്റംസ്, ലിഥിയം, ഹീലിയം പോലുള്ള ഹയർ ആറ്റത്തിന് നമ്മൾ വെലോസിറ്റി പറയുമ്പോൾ, ഓർബിറ്റൽ സ്പീഡ് പറയുമ്പോൾ v is Z² by 2ε0 nh എന്ന് വരും. അടുത്ത ഓർബിറ്റൽ റേഡിയസ് ആണ്. എക്സ്പ്രഷൻ ഓർബിറ്റൽ റേഡിയസ്. ഓർബിറ്റൽ റേഡിയസിൻ്റെ ഇക്വേഷൻ r is ε0 n² by πm e² ആണ്. അതിന് നമ്മൾ ആ ഇക്വേഷൻ 2 ഒന്ന് സ്ക്വയർ ചെയ്യണം. നമ്മൾ നേരത്തെ ഇക്വേഷൻ 2 പറഞ്ഞിട്ടുണ്ട്, അത് സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുമ്പോൾ m² v² r² is n² by 4π². ഇക്വേഷൻ നമ്പർ 4. ഇനി 1/3 എടുക്കണം. ഇക്വേഷൻ 1 by ഇക്വേഷൻ 3 1/mr ഇനി e² by 4πε0 equal 4π² n². That is 1/mr equal to pi e². pi e², ഒരു പൈ വെട്ടിപ്പോട്ട്, pi e² by ε0 n². That simplifies to r is ε0 n² by πm e². അപ്പോൾ ഇവിടെ ഈ ആറ്റമിക് റേഡിയസ്, എച്ച് ആറ്റത്തിൻ്റെ ആറ്റമിക് റേഡിയസ് അത് കാണുന്ന ഇക്വേഷനാണ് r is ε0 n² by πm e². അത് ഇക്വേഷൻ നമ്പർ B അല്ലെങ്കിൽ 5 എന്ന് മാർക്ക് ചെയ്യുക. ഇനി അടുത്തത് ഓർബിറ്റൽ എനർജിയാണ്. ഓർബിറ്റൽ എനർജി W is equal to W എന്നാണ് സിമ്പിൾ കൊടുക്കുന്നത്. ഓർബിറ്റൽ എനർജിക്ക് W സിമ്പിൾ. W is equal to K+U, where K is the kinetic energy and U is the potential energy. And you remember kinetic energy is 1/8πε0 e² by r, half of v² ആണ് കൈനറ്റിക് എനർജി. അത് 1/8πε0 e² by r ആണ്. 1/8πε0 e² by r പ്ലസ് ഈ കൈനറ്റിക് എനർജിയുടെ നേരെ ഇരട്ടിയായിരിക്കും പൊട്ടൻഷ്യൽ എനർജി, എന്നാൽ മൈനസ് ആയിരിക്കും. കൈനറ്റിക് എനർജിയുടെ നേരെ ഇരട്ടിയാണ്, പൊട്ടൻഷ്യൽ എനർജി മൈനസ് ആണ്. സോ ഇറ്റ് ഈസ് 1/8πε0 e² by r plus minus of 1/4πε0 e² by r.
1 by 4 pi epsilon 0 is taken as common factor. 1 by 8 pi epsilon 0 we take as common factor. Inside we get e square by r minus 2 e square by r. The answer is in minus. So it is minus 1 by 8 pi epsilon 0 e square by r. Minus 1 by 8 pi epsilon 0 e square by r. Put r from equation 3. Put r from equation 3. W is equal to minus 1 by 8 pi epsilon 0 in e square by pi m is pi m e square by 8 epsilon 0 h square square. That is W is equal to minus m e raised to 4 by 8 epsilon 0 square h square square. And this is the orbital energy. Orbital energy. And this is for H atom. And if you write for higher atom, then we have to write minus m z square e raised to 4. Z square over. W is equal to minus m e raised to 4 by 8 epsilon 0 n square h square is for H atom. Energy. And if we write this energy for higher atom in the place of e raised to 4, we have to write z square e raised to 4 where z is the atomic number. So higher atom, the equation W is minus some z square e raised to 4 by 8 epsilon 0 square h square that is written here. And for H atom, on simplification, you know, for H atom, all the values we know. M is mass of electron 9.1 into 10 raised to minus 31. E is 1.6 into 10 raised to minus 19 coulomb. Epsilon 0 is 8.85 into 10 raised to minus 12. It can be any number, first or second or third. And H is Planck's constant is 6.626 into 10 raised to minus 34. When we substitute, we get an answer in joule, and on conversion into EV, we get a W is equal to minus 13.6 by n square EV. You remember, for H atom, orbital energy, that is energy of any orbit, energy of electron in any orbit, for H atom, W is equal to minus m e raised to 4 by 8 epsilon 0 square n square h square. When we put the values, different values except n in this equation, we get the answer in EV as W is equal to minus 13.6 by n square EV. This value, minus 13.6, you have to remember, to find the energy of first orbit, we put n is 1. To find the energy of second orbit, we put n is equal to 2. To find the energy of third orbit, we put n is equal to 3. And so on. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ആദ്യം ഒരു എസ്സേറ്റിക് ക്വസ്റ്റ്യൻ ആണ്. Derive the expressions for orbital speed, orbital radius, and orbital energy based on Bohr atom model. Question number 2. Write any two postulates of Bohr atom model. Any two postulates. You have to remember all the 4 postulates. 4 postulates പഠിക്കണം. 2 ചോദിക്കാം, ചിലപ്പോൾ 4 ചോദിക്കാം, ചിലപ്പോൾ ആ നേരത്തെ പറഞ്ഞ എസ്ഐയുടെ കൂടെ ചോദിക്കാം. Write the postulates of Bohr atom model and derive expressions for orbital speed, orbital radius, and orbital energy. Question number 3. Give expression for orbital energy and explain symbols. That is W is equal to minus m e raised to 4 by 8 epsilon 0 square n square is square. You have to explain symbols. That is m is mass of electron, E electronic charge, epsilon 0 primitive to free space 8.85 into 10 raised to minus 12 farad per meter. It is a quantum number and it is Planck's constant equal to 6.626 into 10 raised to minus 34 joules second. In that manner, you have to write. That is all with your 60th lecture. Thank you very much. ഈ സ്ലൈഡ് വ്യക്തമായില്ലെങ്കിൽ അതിനുവേണ്ടി കാണിക്കാനാണ് വീണ്ടും. ഈ പോസ് ആൻഡ് കോപ്പി ഡൗൺ.